അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സലാലയിൽ നിന്ന് നാസറുദ്ദീൻ സഖാഫി കോട്ടയമാണ് ഈ വോയിസ് അയക്കുന്നത്. ഇന്നലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ അറിഞ്ഞവരെയൊക്കെ ആഴത്തിൽ വേദനിപ്പിച്ചുകൊണ്ട് അക്ബർ എന്ന നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരൻ യാത്ര ആഖിറത്തിലേക്ക് തിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കണമെന്ന ഒരു വോയിസ് മെസ്സേജ് ഇന്നലെ വിട്ടപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും അതിൻ്റെ പ്രതികരണങ്ങൾ, അദ്ദേഹത്തിന് വേണ്ടി ചൊല്ലിയ ഖുർആൻ, തഹ്ലീല്, അതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്തതിൻ്റെ ലിസ്റ്റുകൾ വരികയും എൻ്റെ പഴയകാല ഒരു സുഹൃത്ത് C4 ഹംസ സഖാഫി ദുബൈയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ ചൊല്ലിയ ദിക്റിൻ്റെ കണക്കുകൾ സഹിതം അറിയിക്കുകയും ചെയ്ത് വീണ്ടും നിങ്ങളുടെ ഒരു അഭ്യർത്ഥന ഈ വിഷയവുമായി വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നത്. നമ്മളുടെ പ്രിയപ്പെട്ട അക്ബർ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യന്റെ മനസ്സുകൾ തുരുമ്പ് പിടിക്കുന്നു, ഭൗതികമായ ചിന്തകൾ മനുഷ്യന്റെ മനസ്സിനെ പാപഭംഗിരമാക്കുന്നു. ഇത് മാറ്റാനുള്ള മാർഗമാണ്, അതിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗമാണ് ദിക്ർ എന്ന് പറഞ്ഞപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ പാലിച്ച് തൻ്റെ ജോലി സമയങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും ആ നാവുകളിൽ നിന്ന് ദിക്റുകൾ മുഖരിതമായിരുന്നു എന്നത് അടുത്തറിയാവുന്ന ആളുകൾക്കൊക്കെ അറിയാം. ICFന്റെ പരിപാടികൾ സജീവമായിരുന്ന, നാട്ടിൽ പോകാത്ത സമയങ്ങളിൽ ഇവിടെ ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ അതിൽ സജീവമായിരുന്ന അക്ബർ മരിച്ചപ്പോഴും അൽഹംദുലില്ലാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ ആ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കൂ എന്നത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രത്യേകിച്ച് UAE-യിലുള്ള പ്രവാസി സഹോദരങ്ങൾ, പല ഗ്രൂപ്പുകളിലായി സഹകരിക്കുന്ന പ്രവാസി സഹോദരങ്ങൾ, ഇനിയും അദ്ദേഹത്തിനു വേണ്ടിയും നമുക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥനകൾ നടത്തണം. ഒറ്റ കാര്യമേ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ, ഈ കാണുന്ന ചക്രവാള സീമകൾക്കപ്പുറം ഒരു കാലവും ഒരു ലോകവും ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഈ കാണുന്ന ഭൗതികമായ ചക്രവാളങ്ങൾക്കപ്പുറത്ത് ഒരു ലോകമുണ്ട്, അതിൽ താമസിക്കേണ്ട ഒരു കാലമുണ്ട്, അത് കാലാകാലമാണ്. ആ ഒരു ബോധത്തോടുകൂടെ ജീവിച്ചയാളായിരുന്നു അക്ബർ. ആ ബോധം നമുക്കുമുണ്ടാകുമ്പോൾ ആഖിറത്തെപ്പറ്റി ചിന്തിക്കാനും ആഖിറത്തിലേക്ക് കടന്നുപോയവർക്ക് പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയുന്നതാണ്. അതുകൊണ്ടത് ഇനിയും തുടരണം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, മഹാനായ നബിയെ, എന്റെ വന്ധ്യപിതാവ് പരലോകം പോകിയിരിക്കുകയാണ്, ഇന്ന അബീ മാത്ത, എന്റെ വാപ്പ മരിച്ചിരിക്കുകയാണ് നബിയെ, അദ്ദേഹം ഒരുപാട് മുതലുകൾ ഒഴിവാക്കിയിട്ടിട്ടുണ്ട്, വലം യൂസി, അദ്ദേഹം വസിയ്യത്ത് ചെയ്തിട്ടില്ല, ഫഹൽ യുകഫിറു അൻഹു അൻ നതസദ്ദഖ അൻഹു, എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ പാപമോചനത്തിന്റെ പരിഹാരമായി അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന ഞാൻ എന്തെങ്കിലും ചെയ്താൽ മരണപ്പെട്ടുപോയ എന്റെ വാപ്പാക്ക് ഭരിക്കുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ സ്വർണ്ണ വിദ്രുമ പൊഞ്ചുണ്ടനക്കി ലോകത്തോടായി പ്രഖ്യാപിച്ചു, നഅം, ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കർമ്മത്തിന്റെ പ്രതിഫലങ്ങൾ കണ്ട് മരിച്ചവർ ഖബറിൽ ആസ്വാദനം നടത്തും. ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്, വാള്യം 3 1254 പേജ് പരിശോധിച്ചാൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ ഓതുന്നത്, തസ്ബീഹ് ചൊല്ലുന്നത്, തഹ്ലീൽ ഓതുന്നത്, തഹ്ലീൽ പറയുന്നത്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, വൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖ, നല്ല വർത്തമാനങ്ങള്, നല്ല കാര്യങ്ങൾ പറയൽ സ്വദഖയായി പരിഗണിക്കുന്നതാണ്. ആ നല്ല കാര്യങ്ങളിൽ ഏറ്റവും നല്ലതല്ലേ വിശുദ്ധമായ ഖുർആൻ? 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കാലപ്പഴക്കം അതിനെ ദ്രവിപ്പിച്ചിട്ടില്ല, കാലപ്പഴക്കം അതിനെ തുരുമ്പെടുപ്പിച്ചിട്ടില്ല. ഓരോ സുപ്രഭാതങ്ങളുടെയും സൂര്യകിരണങ്ങൾ വിശുദ്ധമായ ഖുർആന്റെ ഓരോ വരികളെയും പ്രകാശപൂരിതമാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ആ വിശുദ്ധമായ ഖുർആൻ നാം ഓതുന്നു, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് സ്വലാത്തു ചൊല്ലുന്നു, അത് നല്ല വർത്തമാനങ്ങളാണ്. ആ വർത്തമാനങ്ങൾ മരിച്ചുപോയ ആളുകൾക്ക് സ്വദഖ ചെയ്യാമെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖ, അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരിയുടെ 5-ാമത്തെ
വാള്യം 2241 പേജ് പരിശോധിച്ചാൽ ഈ ഹദീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ അള്ളാഹിന്റെ റസൂല് ഒരു മഖ്ബറയുടെ സന്നിധാനത്തിലൂടെ നടന്നു പോകുമ്പോ 2 ഖബറുകളെ ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞില്ലേ, ഈ 2 ഖബറുകൾ അതിന്റെ ഉള്ളിൽ കിടക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ആകയാൽ അവരുടെ ശിക്ഷ ലഘൂകരണത്തിനു വേണ്ടി ഈത്തപ്പന മടലുകൾ പൊട്ടിച്ചു കൊണ്ടുവരാൻ പറയുന്നു. ആ ഖബറിന്റെ ചാരത്തു കുത്തുന്നു. സ്വഹാബത്ത് ചോദിക്കുന്നു, എന്തിനാണ് നബിയെ ഈ പ്രവർത്തനം? ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഈ മരം വളർന്ന് നിലനിൽക്കുന്ന കാലത്തോളം അതിന്റെ തസ്ബീഹുകൾ കൊണ്ട് ഈ ഖബറാളികൾക്ക് ശാന്തി ലഭിക്കട്ടെ. ഒരു മരത്തിന്റെ പ്രാർത്ഥന കൊണ്ട്, തസ്ബീഹ് കൊണ്ട് ഖബറാളിക്ക് ശാന്തി ലഭിക്കുമെങ്കിൽ മജ്ജയും മാംസവുമുള്ള ഈമാനികാവേശമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കാമ്പും കാതലുമായി ജീവിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട്, ഒരു മനുഷ്യന്റെ, ഒരു മുഅ്മിനിന്റെ പ്രാർത്ഥന കൊണ്ട് തീർച്ചയായും ഖബറാളികൾക്ക് സമാധാനം കിട്ടില്ലേ? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയാണ് ഈ ഹദീസും ഉദ്ധരിച്ചിരിക്കുന്നത്. ഇമാം ബുഖാരിയുടെ ഹദീസ് സഹീഹുൽ ബുഖാരി 1-ാം വാള്യം 88-ാമത്തെ പേജ് പരിശോധിച്ചാൽ ഈ ഹദീസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആകയാൽ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് വേണ്ടി, നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട അക്ബറിനു വേണ്ടി, നമ്മെ നന്നാക്കിയ നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ജ്യേഷ്ഠാനുജന്മാര്, സഹകളത്ര ബന്ധുമിത്രാദികള്, ഗുരുവര്യന്മാർ, ഉസ്താദുമാര്, സയ്യിദന്മാര്, പ്രവർത്തകന്മാര്, സ്നേഹിച്ചവര്, സഹകരിച്ചവര്, നമ്മുടെ ദുആക്ക് ആമീൻ പറഞ്ഞവര്, ഒരുപാട് ആളുകൾ ഖബറിന്റെ ഇരുണ്ട യാമങ്ങളിൽ വെളിച്ചപൂരിതമായ ഒരു ജീവിതം പ്രതീക്ഷിച്ചു കിടക്കുന്നു. അള്ളാഹു അവരുടെ ദർജകൾ ഏറ്റിക്കൊടുത്ത് അവരുടെ ഖബർ ജീവിതം സന്തോഷമാക്കി കൊടുക്കട്ടെ. അവസാനം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, മദീനയുടെ മാനസപുത്രനായ മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു വന്നവന് ഒരു അല കടഞ്ഞു കൊടുത്ത് സംഭാവന ചെയ്തവർ, ഒരു പൂ ചോദിച്ചു വന്നവർ ഒരു പൂങ്കാവനവും, ഒരു പൂപ്പുഞ്ചിരി ചോദിച്ചു വന്നവർ ഒരു തൂമന്തഹാസവും നൽകി, ഞാൻ പോകട്ടെ റഫീഖുൽ അഅ്ലയിലേക്ക് എന്ന് സമൂഹത്തോട് സന്തോഷപൂരിതമായ വർത്തമാനങ്ങൾ പറഞ്ഞ് പരന്റെ വിളിക്കുത്തരം നൽകി പരലോകത്തിലേക്ക് പറന്നുപോയ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി പ്രോജ്വലമായി ഉദ്ഘാടനം ചെയ്യുന്ന ആ സ്വർഗത്തിൽ നമുക്കെത്തണം, നമ്മളുടെ മരണപ്പെട്ടു പോയവർക്കെത്തണം. അതുകൊണ്ട് നിങ്ങളുടെ ദിക്റുകള്, തസ്ബീഹുകള്, തഹ്ലീലുകള്, ഓഫീസിൽ നിന്ന്, അതേപോലെ ജോലിസ്ഥലങ്ങളിൽ നിന്ന്, വാഹനമോടിക്കുന്ന സ്ഥലത്ത് നിന്ന്, കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന്, ഒഴിവു സമയങ്ങളിൽ ഇപ്പറഞ്ഞ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഓതുമ്പോ ആദ്യമായി നമ്മുടെ ശരീരത്തിലേക്കാണ് വരുന്നത്, നമ്മുടെ മീസാനിന്റെ ഹസനാത്തിലേക്കാണ് വരുന്നത്. പിന്നീടാണത് കരുതുമ്പോ മറ്റവരിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഒഴിവു സമയം ഇത്തരത്തിൽ അള്ളാഹുവിന്റെ ചിന്തകളിലായി നിലനിർത്തി ഈ ചക്രവാളങ്ങൾക്കപ്പുറം, ഞാൻ ആവർത്തിക്കുന്നു, ഒരു ലോകവും ഒരു കാലവും വരാനിരിക്കുന്നു എന്ന ബോധത്തോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പ്രിയപ്പെട്ട സഹോദരന്റെ പ്രാർത്ഥനയ്ക്ക് ഇത്തരം മീഡിയകളിലൂടെയൊക്കെ ജനങ്ങളെ ഉദ്ബുദ്ധരാക്കുന്ന എന്റെ ബഹുമാന്യനായ സുഹൃത്ത് ഹംസ സഖാഫി, അതേപോലെ പലരും ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു തആല തൗഫീഖ് കൊടുക്കട്ടെ, അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.